ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മിക്സിയിൽ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇതാ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി മിൽമ നെയ്യാണുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് തേങ്ങ ചെറിയത് ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടി ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വനില എസൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. വനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലോ അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഇനി ഇതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് 1/2 അവർ ആയിട്ടുണ്ട്. മാവ് കണ്ടോ ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴേ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഉള്ളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ നമുക്ക് മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഇരിക്കുന്തോറും കൂടുതലായിട്ട് ക്രിസ്പി ആയിട്ട് വരും. ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം മാത്രം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു 2 വീക്സൊക്കെ കേടുകൂടാതിരുന്നോളും. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വീറ്റ് ബിസ്ക്കറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.